മുസ്ലിങ്ങളുടെ പേര് കണ്ടു ഉടനെ ഞാൻ അങ്ങ് കയറി അങ്ങ് അതിൻ്റെയൊക്കെയുള്ള ഒരു അമർഷം നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു. ആ ഒരു അമർഷത്തിന്റെ ബേസ് എൻ്റെ ഉള്ളിൽ കിടക്കണമെന്നുകൊണ്ടാണ് ഞാൻ ഇന്നലെ നല്ല അസൽ കള്ളായിരുന്നു, മദ്യമായിരുന്നു. ഞാൻ നോർമലി ഞാൻ അങ്ങനെയൊന്നും പറയുന്ന ഒരാളൊന്നും അല്ല, എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം. എനിക്ക് ഇഷ്ടംപോലെ മുസ്ലിം സുഹൃത്തുക്കളുണ്ട്. മുസ്ലിങ്ങളുടെ സ്ഥാപനത്തിൽ തന്നെയാണ് ഞാനിപ്പോഴും ജോലി ചെയ്യുന്നത്. ഞാനിപ്പോഴും ജോലി ചെയ്യുന്ന ഒരു മുസ്ലിം സഹോദരന്റെ സ്ഥാപനത്തിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. അവര് തരുന്ന അന്നം തന്നെയാണ്. മാസം 16,000 രൂപയാണ് എന്റെ ശമ്പളം. ആ ശമ്പളം മേടിക്കുന്ന ഒരു മുസ്ലിമിന്റെ കയ്യിൽ നിന്ന് തന്നെയാണ് ഞാൻ. എനിക്ക് അതിലൊരു മടിയില്ല അത് പറയാനായിട്ട്. സുഹൃത്തെ, എനിക്ക് എന്നെ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. അപ്പൊ ഈ എന്താ പറയാ, മതമല്ല, ഒരുതരം ഇത്തരം ഈ ബ്ലഡി ഇഡിയറ്റ് കാഴ്ചപ്പാടുകൾ വെച്ചുകൊണ്ടിരിക്കുന്നതിന് ഒരു അമർഷം എന്നുള്ള രീതിയിലാണ് ഞാൻ ആ ഒരു കമന്റ് ഇട്ടത്. ഒരു ഫെമിനിസ്റ്റ് ആണ്. എന്റെ എന്താ പറയാ, എന്റെ ടാറ്റു അടക്കം ഞാൻ നിങ്ങളെ ഇതിൽ കാണിച്ചു തരാം. ഞാനൊരു ഫെമിനിസ്റ്റ് ആണ്, പക്ക 100% ഫെമിനിസ്റ്റ് ആണ്. അപ്പൊ അതിൻ്റെതായ ചില പ്രശ്നങ്ങളുണ്ട് നമുക്ക് ഇപ്പൊ ഈ മതമൊക്കെ ആയിട്ട്. അപ്പൊ അതിന്റെയൊക്കെ ചില ഈ കറകളാണ് നമ്മൾ ചില സമയത്ത് എന്തെങ്കിലും നമുക്ക് എന്താ പറയാ ഓവർഫ്ലോ ആവുന്നത്. മനസ്സിലായോ? ശബരിമല വിഷയത്തിലൊക്കെ പെണ്ണുങ്ങളെ ശബരിമല എത്തിച്ചതിലൊക്കെ നല്ല മുഖ്യ പങ്ക് വഹിച്ച ഒരാൾ തന്നെയാണ്. ഉസ്താദെ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഈ ഒരു ഷഫീന ബീവി എന്ന് പറയുന്ന ഒരു ലേഡി, അത് ഇസ്ലാം സമുദായത്തിൽ പിറന്ന ഒരു ലേഡി, ക്ലബ് ഹൗസില് യജാതി നമ്മുടെ മത ഇതിനെ എതിർത്ത് യജാതി, ഞാൻ നിങ്ങൾക്ക് അതിന്റെ വീഡിയോ മറ്റേ ഓഡിയോ ക്ലിപ്പ് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം. യജാതി ഇത് അന്നൊന്നും നിങ്ങൾക്കൊന്നും മതത്തിന്റെ ഒരു ഇത് വന്നില്ലേ? ഇപ്പൊ ഞാൻ ഈ ഒരു കമന്റ് ഇട്ടപ്പോഴാണോ നിങ്ങൾക്ക് ഇത്രമാത്രം വ്രണപ്പെട്ടത്, മതവികാരം വ്രണപ്പെട്ടത്? അല്ല, ഒന്നും അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. കാര്യം നിങ്ങളോട് ഒബീഡിയന്റ് ആയിട്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് നിൽക്കുന്നത്. മതപൗരോഹിത്യത്തോട് നമുക്ക് എതിർപ്പൊന്നുമില്ല, ഒരു എതിർപ്പില്ല. അത് ഹിന്ദു മതപൗരോഹിത്യമായാലും ശരി, ക്രിസ്ത്യാനി മതപൗരോഹിത്യമായാലും ശരി, ഇസ്ലാം മതപൗരോഹിത്യത്തോട് നമുക്ക് എതിർപ്പൊന്നുമില്ല. എതിർപ്പ് മീൻസ് നമ്മളതിനെ അനുകൂലിക്കുന്ന ഒരാളല്ല. ഞാനൊരു മതമില്ലാതെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ മതം ജില്ലാണ്, ജാതി ജില്ലാണ്, അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. പക്ഷെ എനിക്ക് ചോദിക്കുന്നത് ഇതാ, ഈ ഷഫീന ബീവി എന്ന് പറയുന്ന സ്ത്രീ യജാതി, യൂട്യൂബിലൊക്കെ 3 മില്യൺ ഒക്കെ ഫോളോവേഴ്സ് ഉള്ള ഒരു പ്രൊഫൈലാണ് ഷഫീന ബീവി എന്ന് പറയുന്ന സ്ത്രീ. ആ സ്ത്രീ ക്ലബ് ഹൗസിൽ വന്നിട്ട് മറ്റേ ഇവരെയും എന്താ പറയാ, മുഹമ്മദ് നബിയൻ അല്ലെ അവരുടെ അമീനെയും ഇവരെല്ലാവരെയും എമാതിരി തെറിയാണ് വിളിച്ചിട്ട് വാച്ചാക്കി ഓരോരുത്തരെ പേരെടുത്ത് വിളിച്ചിട്ട്. അന്നൊന്നും കണ്ടില്ലല്ലോ ഇങ്ങനെ എനിക്ക് നേരെ വരുന്ന പോലെ ഒരു ആക്രമണം, സൈബർ ആക്രമണം അവർക്ക് നേരെ ഇതുവരെ വന്നിട്ടുണ്ടെന്ന് എന്റെ അറിവിലില്ല. അതെന്തുകൊണ്ടാണ്?